നല്ല എരിവുള്ള ഒരു ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ പൊടി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു 1 month സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. ചോറ്, ദോശ, ഇഡലിയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഈസി ആയിരിക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കും. ചിക്കൻ മാരിനേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് മസാല കൂട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് മല്ലി, ജീരകം, ഉണക്കമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, കറിവേപ്പില എന്നിവ ചേർത്ത് റോസ്റ്റ് ചെയ്യാം. കറിവേപ്പില ക്രിസ്പി ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാമേ. ഇനി അതും ഒന്ന് തണുക്കാനായി മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ എണ്ണയിൽ തന്നെ നമുക്കൊരു 10-15 വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി മസാലക്കൂട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. മസാലക്കൂട്ടിൻ്റെ കൂടെ കുറച്ച് പുളിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആവണ്ട. ഈ മസാലക്കൂട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച ശേഷം ഒരു 1/4 ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് മസാല കൂട്ടുമായിട്ട് മിക്സ് ആക്കാം. ഇവിടെ മിക്സിയിൽ ബാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പൊടിയെ വെളുത്തുള്ളി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അതും കൂടി നമുക്ക് ഈ കൂട്ടിന് കൂടെ ഇട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി കൊടുക്കാം. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എല്ലാ കൂട്ടും കൂടെ നമുക്ക് ഒരുമിപ്പിച്ച് പാനിലിട്ട് ഇളക്കിയെടുക്കാം. റോസ്റ്റ് ആയതിനു ശേഷം ഇത് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് അച്ചാർ പോലെ കുറച്ച് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എരിവധികം വേണ്ടാത്തവര് ഉണക്കമുളകിന്റെ എണ്ണം കുറച്ചാൽ മതിയേ. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.